ഖത്തറിന് പിന്നാലെ യമനിലും ഇസ്രായേൽ ആക്രമണമുണ്ടായി. സനയിലെ മിലിറ്ററി ക്യാമ്പും ഇന്ധന സംഭരണ കേന്ദ്രവും തകർത്തു. ഹൂതികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കി. ആശുപത്രികൾ തകർക്കാൻ ഇസ്രായേൽ ശ്രമമെന്ന് ഹൂതികൾ ആരോപിക്കുന്നുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഇപ്പോൾ ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളിൽ നിന്ന് ചില വിമർശനങ്ങളെങ്കിലും ഉയർന്നിരുന്നു ഇസ്രായേലിനെതിരെ. പക്ഷേ ഇപ്പോഴും തങ്ങളുടെ ലക്ഷ്യം വളരെ കൃത്യമായി അവർ അതിലേക്ക് കടക്കുകയാണ് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, ഇപ്പോൾ ശത്രു പാളയത്തേക്ക് തുരുതര ആക്രമണങ്ങൾ നടത്തുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കടന്നിരിക്കുന്നത്. ഇന്നലെ ഖത്തറിലെ ദോഹയിൽ ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെങ്കിൽ ഇന്ന് യമനിലെ ഹൂതികൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. യമനിലെ സനയിൽ ഹൂതികളുടെ മിലിറ്ററി ക്യാമ്പും അവരുടെ ഇന്ധന സംഭരണ കേന്ദ്രവും ലക്ഷ്യം വെച്ചാണ് ആക്രമണം ഉണ്ടായത്. വ്യോമാക്രമണമാണ് ഇവർ നടത്തിയത്. അതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ആശുപത്രികളും അതുപോലെ തന്നെ സർക്കാർ കെട്ടിടങ്ങളും ലക്ഷ്യമിട്ടു. അതിൽ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള തകർച്ച നേരിട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് ഹൂതികളുടെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള എഹിയ സാരി അത് സമ്മതിച്ചിട്ടുണ്ട്, ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായെന്നുള്ളതും. അതുപോലെ തന്നെ ഈ ആക്രമണത്തെ ചെറുക്കാനായിട്ട് സർഫസ് ടു എയർ മിസൈലുകൾ ഹൂതികൾ ഉപയോഗിച്ചു എന്നുള്ളതും അവർ പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇവിടെ യമനിൻ്റെ തലസ്ഥാനമായ സനയിലേക്ക് നടത്തുകയും പിന്നെ തിരിച്ചടിക്കുന്ന സമയത്ത് ഇസ്രായേലി എയർപ്ലെയിനുകൾ തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഹൂതികളുടെ വക്താവായിട്ടുള്ള എഹിയ സാരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ ഇതിൻ്റെ തിരിച്ചടിയായിട്ട് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മണിക്കൂറുകൾക്കകം അറിയാൻ പറ്റും. എന്തായാലും ഇപ്പോൾ യമനിലേക്ക് നടത്തിയ ആക്രമണം താൽക്കാലികമായി അവർ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് ഇസ്രായേൽ. എന്നാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ തിരിച്ചടി എന്താകും എന്നുള്ള കാര്യത്തിൽ ഹൂതികളുടെ തിരിച്ചടി ഏത് വിധേയനാകുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. അതേസമയം തന്നെ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലോകരാജ്യങ്ങളുടെ ചില വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ ഇന്ന് ഉടനീളം ഉണ്ടായിരുന്നു. അഭിലാഷ്, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യേദ് അൽ നഹ്വാൻ ഖത്തറിലുണ്ട്. ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സന്ദർശനമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മറ്റ് പല ലോക നേതാക്കളെയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. ഇസ്രായേലിനെതിരെയുള്ള തിരിച്ചടി ഉണ്ടാകുമോ ഖത്തറിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ടല്ലോ. അത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ ഖത്തർ നേരിട്ടൊരു ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്താനുള്ള സാധ്യത തീരെ കുറവാണ്. മറിച്ച് മറ്റുള്ള തരത്തിൽ, അതായത് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെതിരെയുള്ള ഉപരോധങ്ങളോ അത്തരത്തിൽ എന്തെങ്കിലും നടപടികളായിരിക്കും ഉണ്ടാവുക. ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട്, അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ നടപടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കടക്കുക. അതുമായി ബന്ധപ്പെട്ട് UAE പ്രസിഡന്റ് ഇപ്പോൾ ഒമാനിലുണ്ട്. അതുപോലെ തന്നെ സൗദി ക്രൗൺ പ്രിൻസ് ഉടൻ ഒമാനിലെത്തും. ജോർദാൻ ക്രൗൺ പ്രിൻസ് നാളെ ഒമാനിലെത്തും. നേരിട്ട് അവർ ഖത്തർ എമിറുമായിട്ട് സംസാരിക്കും. അതിനുശേഷമായിരിക്കും എന്ത് തരം നടപടിയാണ് കൂട്ടായി ഇസ്രായേലിനെതിരെ എടുക്കേണ്ടതെന്നുള്ള തീരുമാനമാവുക. അതേസമയം തന്നെ ഖത്തർ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നടപടിയെടുക്കണമെന്ന് UN ആവശ്യപ്പെടും. ഖത്തറിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയ ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തത് വലിയ അപരാധമാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെതിരെ നടപടി ഉണ്ടാകണം, നിയമപരമായി തന്നെ നടപടി ഉണ്ടാകണമെന്നാണ് ഖത്തർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മറ്റ് തരത്തിലുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് മറ്റ് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ തീരുമാനം വന്നതിന് ശേഷമായിരിക്കും. എന്തായാലും ഇന്ത്യയും ഇക്കാര്യത്തിൽ ഖത്തർ എമീറിനെ വിളിച്ച് സംസാരിച്ചു. നരേന്ദ്രമോദിയും ഖത്തർ എമീറുമായി സംസാരിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്ത് വിഷയമുണ്ടായാലും അത് സംസാരിച്ച് പരിഹരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊരിക്കലും ഒരു ആക്രമണത്തിൻ്റെ കാര്യത്തിലേക്ക് പോകേണ്ടതില്ല. ഇത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നിൽക്കുന്നു. ഖത്തറിന് എല്ലാ പിന്തുണയുമാണ്. ഇന്ന് നരേന്ദ്രമോദി അല്പനേരം മുമ്പ് ഖത്തർ എമിറുമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഏറ്റവും പുതിയതായിട്ട് വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് സൗദി ക്രൗൺ പ്രിൻസ് ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇസ്രായേലിനെതിരെ ശക്തമായി നിലകൊള്ളണമെന്നും ഇസ്രായേലിൻ്റെ ഇത്തരം അതിക്രമങ്ങളെ ചെറുക്കണമെന്നുമാണ് സൗദി പ്രിൻസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇസ്രായേലിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് കമ്മ്യൂണിറ്റികൾ വലിയ രീതിയിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്നലെ ഒരു ആക്രമണം നടത്തിയ ഈ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഇത്തരത്തിലൊരു ആക്രമണം അമേരിക്ക അറിഞ്ഞിരുന്നില്ല, ഇത്തരത്തിൽ ദോഹയിലേക്ക് ഒരു ആക്രമണം നടത്തുന്നത് നെതന്യാഹു ഒറ്റയ്ക്ക് തീരുമാനിച്ചതാണ്, അതിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്നാൽ ഈ സമയം തന്നെ ഇസ്രായേലിന്റെ അമേരിക്കൻ എംബസിയിലുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഇത്തവണ അവരുടെ ലക്ഷ്യം, അതായത് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ തങ്ങൾ ലക്ഷ്യം വെച്ചു, പക്ഷേ അവർ രക്ഷപ്പെട്ടു. എന്നാൽ ഇനി ഒരു തവണ അതുണ്ടാകില്ല, അവർ രക്ഷപ്പെടില്ല, അവരെ തീർച്ചയായും അതാണ് സാഹചര്യം.